മാത്സ് ലൈൻ കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് 3rd ലെസൺ സാധ്യതകളുടെ ഗണിതം അഥവാ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠത്തിലെ രണ്ടാമത്തെ വീഡിയോ. ആദ്യ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. അതുകൂടാതെ ആദ്യ 2 പാഠങ്ങളുടെ ആദ്യ ഭാഗങ്ങളുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കാം. ആ ഭാഗങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ആ പാഠത്തിന്റെ മുഴുവൻ ലിങ്കുകളും നൽകിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് 71, 72 കിടക്കുന്ന 3 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് തെറ്റാതെ പരീക്ഷയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എല്ലാവരും. എന്നാൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യം വായിക്കും, എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് പേജ് 71-ലെ 4ാമത്തെ ചോദ്യമാണ്. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഒരു പെട്ടിയിൽ 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടിരിക്കുന്നു. ഇതിൽ നിന്നൊരു കടലാസ് എടുക്കണം. അതിനു മുമ്പ് കിട്ടാൻ പോകുന്ന സംഖ്യയെക്കുറിച്ച് അഭാജ്യ സംഖ്യ എന്നോ 5ന്റെ ഗുണിതം എന്നോ ഒരു ഊഹവും പറയണം. അപ്പം അതിൽ നിന്നൊരു പേപ്പർ എടുക്കുകയാണ് നമ്മൾ. ആ കിട്ടാൻ പോകുന്ന സംഖ്യ 5ന്റെ ഗുണിതമാണോ അതോ അഭാജ്യ സംഖ്യയാണോ എന്നൊരു ഊഹവും പറയണം. ഏത് ഊഹം പറയുന്നതാണ് നല്ലത്, എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ എ ബോക്സ്. കണ്ടോ, ഒരു 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ പേപ്പർ സ്ലിപ്പുകളിൽ എഴുതിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിരിക്കുന്നു. എ സ്ലിപ്പ് ഈസ് ടു ബി ഡ്രോൺ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുക്കുന്നു. ബട്ട് ബിഫോർ ഡൂയിങ് സോ, പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് വൺ മസ്റ്റ് മേക്ക് എ ഗസ്, ഒരു ഗസ് നടത്തണം. എന്താണ് ഊഹം? എബൌട്ട് ദ നമ്പർ, ആ സംഖ്യയെ കുറിച്ച്. എയ്തർ പ്രൈം നമ്പർ ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 5. കണ്ടോ, അങ്ങനെ ലഭിക്കുന്ന സംഖ്യ ഒരു പ്രൈം നമ്പർ ആണോ അതോ മൾട്ടിപ്പിൾ ഓഫ് 5 ആണോ എന്നതിനെ കുറിച്ച് ഒരു ഗസ് നടത്തണം. വിച്ച് ഈസ് എ ബെറ്റർ ഗസ്? ഏതാണ് നല്ല ഊഹം? വൈ, എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. ചോദ്യം എല്ലാവരും എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പോൾ സാധ്യതകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അതേപോലെ ഈ ഇത്തവണയും ചെയ്യാം. ഇവിടെ 1 മുതൽ ഒരു ബോക്സിൽ 1 മുതൽ 50 വരെയുള്ള പേപ്പർ സ്ലിപ്പുകൾ എഴുതി ആ ബോക്സിൽ ഇടുകയാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര സ്ലിപ്പുകളുണ്ട്? 50. അതിലാർക്കും ഡൗട്ട് ഇല്ല. അപ്പൊ ടോട്ടൽ സ്ലിപ്സ്, ടോട്ടൽ നമ്പേഴ്സ്. ആകെ സംഖ്യകൾ എത്രയാണ്? 50 ആണ്. 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ. ഓക്കെ, ഈ 50 പേപ്പർ എഴുതി ആ ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ 50 ആണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, എന്നിട്ട് ആ ബോക്സിൽ നിന്ന് ഒരു പേപ്പർ ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ എടുക്കുകയാണ്. ആ എടുക്കുന്ന സംഖ്യയിൽ അഭാജ്യ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? പിന്നെ 5ന്റെ മൾട്ടിപ്പിൾ ആകാനുള്ള സാധ്യത എന്താണ്? ഏത് സാധ്യതയാണ് ബെറ്റർ? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യ ആരൊക്കെയാണ്? എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പഠിപ്പിക്കാം. അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ. എന്താണ് അഭാജ്യ സംഖ്യ? ഘടകമായി 1ഉം അതേ സംഖ്യയും മാത്രം വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ഫാക്ടർ ആയിട്ട് 1ഉം അതേ സംഖ്യയും മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഞാൻ പറയാം. ഇപ്പൊ 1ന്റെ ഘടകം ആരാണ്? 1 ആണ്. കണ്ടോ, 2ന്റെ ഘടകം 1ഉം 2ഉമാണ്. കണ്ടോ, 3ന്റെ ഘടകം 1ഉം 3ഉമാണ്. അതുപോലെ 4ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 1ഉം 2ഉം 4ഉമാണ്. ശരിയല്ലേ? 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും, 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും, 4നെ 1 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. അപ്പൊ 4ന് 3 ഘടകങ്ങളുണ്ട്. 1ന് ഒരു ഘടകമേ ഉള്ളൂ. 2ന് 2 ഘടകം ഉണ്ടായിരുന്നു, 3ന് 2 ഘടകം ഉണ്ടായിരുന്നു. 5ന്റെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 1ഉം 5ഉമാണ്. കണ്ടോ, 6ന്റെ ഘടകങ്ങൾ 1ഉം 2ഉം 3ഉം 6ഉമാണ്. ഓക്കെ, ശരിയല്ലേ? 1നെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും, 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും, 6നെ 1 കൊണ്ട് ഗുണിച്ചാൽ 6 കിട്ടും. ഓക്കെ, 7ന്റെ ഘടകങ്ങൾ 1ഉം 7ഉം മാത്രമേ ഉള്ളൂ. 2ഓ 3ഓ വെച്ചൊന്ന് ഗുണിച്ചാൽ 7 കിട്ടില്ല. 8ന്റെ ഘടകങ്ങൾ 1, 2, 4, 8. ഇത്രയുമാണ് 8ന്റെ ഘടകങ്ങൾ. 1നെ 8 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടും, 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടും, 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടും, 8നെ 1 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടും. ഏത് സംഖ്യയുടെയും ഘടകത്തിൽ 1ഉം വരും, ആ സംഖ്യയും വരും. നോക്കിക്കേ, 2നകത്ത് 1 കൊണ്ട് 2 കൊണ്ട്, എല്ലാത്തിലും ഇല്ല. 8നകത്ത് 1 കൊണ്ട് 8 കൊണ്ട്. ഓക്കെ, ഇങ്ങനെ 1ഉം ആ സംഖ്യയും മാത്രം വരുന്നത് കൂട്ടത്തിൽ ആരൊക്കെയാണ്? 2. കണ്ടോ, 1ഉം ആ സംഖ്യയും മാത്രമേ ഉള്ളൂ. 3. അതായത് 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളിൽ കൂടുതൽ ഏതാണ്? ഇതിനെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. മനസ്സിലായി? പ്രൈം നമ്പേഴ്സ്.
ഇപ്പൊ ഇവിടെ 2, 3, 5, 7 ഇത്രയും പ്രൈം നമ്പേഴ്സ് ആണ്. കാരണം ഇതിനെല്ലാം എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങൾ. ആ 2 ഘടകങ്ങൾ ആരൊക്കെയാണ്? 1ഉം ആ സംഖ്യയും മാത്രമാണ്. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഉണ്ടോ? 4ന് 3 എണ്ണം ഉണ്ട്, 6ന് 4 സംഖ്യകളുണ്ട്, 8ന് 4 സംഖ്യകളുണ്ട്. 1 അഭാജ്യ സംഖ്യയല്ല, അതിനാകെ ഒരു ഘടകങ്ങളുള്ളൂ. അപ്പൊ 2 ഘടകം മാത്രം വരുന്ന സംഖ്യകളെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. നമുക്കിപ്പോ ഒരു സംഖ്യ അഭാജ്യ സംഖ്യയാണെന്ന് അറിയാം. ആ സംഖ്യ ഗുണനഫലമായി കിട്ടുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഭാജ്യ സംഖ്യയല്ല. ഗുണനഫലമായി കിട്ടുന്ന സംഖ്യ ഇല്ലെങ്കിൽ അത് അഭാജ്യ സംഖ്യയാണ്. ഉദാഹരണം 11 ഏതെങ്കിലും 2 സംഖ്യകളുടെ ഗുണനഫലമാണോ എന്ന് ആലോചിക്കുക. 1ഉം 11ഉം അല്ലാതെ. 1 11 കൂടെ വിളിച്ചാൽ 11 കിട്ടും. അതല്ലാതെ മറ്റു സംഖ്യകളുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അതുകൊണ്ട് 11 പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ 13 അടുത്ത എക്സാമ്പിൾ ആണ്. 13നെ ഏതെങ്കിലും 2 സംഖ്യകളുടെ ഗുണനഫലമായി നമുക്ക് പറയാൻ സാധിക്കുമോ? പറ്റില്ല. 1ഉം 13ഉം അല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് 13 എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. ഇങ്ങനെയാണ് അഭാജ്യ സംഖ്യയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അഭാജ്യ സംഖ്യയാണോ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഏതെങ്കിലും 2 സംഖ്യകൾ ഗുണിച്ചാൽ ആ സംഖ്യ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ കിട്ടുമെങ്കിൽ അഭാജ്യ സംഖ്യ അല്ല, കിട്ടിയില്ലെങ്കിൽ അത് അഭാജ്യ സംഖ്യയാണ്, അഥവാ പ്രൈം നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് 1നും 50നും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് എഴുതാം? പ്രൈം നമ്പേഴ്സ് between 1 and 50. 1നും 50നും ഇടയിലെ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ്? അത് നമുക്ക് എഴുതാം. അപ്പൊ ആദ്യത്തെ പ്രൈം നമ്പർ 1നും 50നും ഇടയിലെ നമ്പർ 2 അല്ലേ? 2. പിന്നെ ആരാണ്? 3, 5. അടുത്തത് 7, 9 വരെയില്ല. ഈ പ്രൈം നമ്പറിൽ ഒരേ ഒരു ഇരട്ട സംഖ്യ ഉള്ളത് 2 ആണ്. പിന്നെയുള്ളതെല്ലാം ഒറ്റ സംഖ്യ ആയിരിക്കും, അതായത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എന്താണെന്ന് അറിയാലോ? 1, 3, 5, 7 ഇങ്ങനെ വരുന്ന ഓഡ് നമ്പേഴ്സ്. ഒരേ ഒരു ഈവൻ നമ്പറെ പ്രൈം നമ്പർ ആയിട്ട് വരുള്ളൂ, അത് 2 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും, അഥവാ ഒറ്റ സംഖ്യ ആയിരിക്കും. പിന്നെ നമ്മൾ ഒറ്റ സംഖ്യ നോക്കിയാൽ മതി, ഇരട്ട സംഖ്യ നോക്കുക വേണ്ട. 7 കഴിഞ്ഞാൽ 9. 9 എന്ന് പറയുന്നത് 3നെ 3 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമല്ലേ? 3ന്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് 9 അഭാജ്യ സംഖ്യ ആവില്ല. 10 ആവില്ല. 10 എന്ന് പറയുന്നത് 5നെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. മാത്രമല്ല 10 ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് നോക്കുക വേണ്ട. 9 ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിരുന്നു 11. 11 അഭാജ്യ സംഖ്യയാണ്. 11നെ 2 സംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. 1ഉം 11ഉം അല്ലാതെ മറ്റ് 2 സംഖ്യകളുടെ ഗുണനഫലമായി നമുക്ക് എഴുതാൻ കഴിയില്ല. 11. പിന്നെ അടുത്ത ആരാണ്? അങ്ങനെ അതുപോലെ കണ്ടുപിടിക്കുക. 13. 15 പറ്റില്ല. 15നെ 3ഉം 5ഉം കൂടെ ഗുണിച്ച് നമുക്ക് ഉത്തരം എഴുതാം, അതുകൊണ്ട് അഭാജ്യ സംഖ്യ അല്ല. അടുത്തത് 17 ആണ്. അടുത്തത് 19 ആണ്. 21 പറ്റില്ല. 21നെ 3, 7, 21 നമുക്ക് എഴുതാം. 23 വരും. 25, 27 ഒന്നും പറ്റില്ല. 25 എന്ന് പറഞ്ഞാൽ 5, 25. 27 എന്ന് പറഞ്ഞാൽ 9, 3, 27 ആണ്. 9, 3, 27. അടുത്തത് 29, 31, 37. 39 വരില്ല. 39 എന്ന് പറയുമ്പോൾ 13 into 3 ആണ് അല്ലെ? 13 ഗുണം 3 39 ആണ്. അതുകൊണ്ട് 39 വരില്ല. അടുത്തത് 41 ആണ്. 43, 47, 49 വരില്ല. കാരണം 7 sevens are 49. 7, 49 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആകെയുള്ള 1നും 50നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ ഇതാണ്. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ സ്വയം കണ്ടുപിടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഇനി നോക്കുക, ഇവയുടെ എണ്ണം എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പൊ 1നും 50നും ഇടയിൽ 15 അഭാജ്യ സംഖ്യകൾ. അപ്പൊ നമുക്ക് എഴുതാം their number, അവയുടെ എണ്ണം. എത്ര എണ്ണമുണ്ട് അഭാജ്യ സംഖ്യകൾ? 15 ഉണ്ട്. അതായത് 1നും 50നും ഇടയിൽ. അപ്പൊ നമുക്ക് എഴുതാം അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത. അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് getting a prime number. കണ്ടോ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ, ഒരു അഭാജ്യ സംഖ്യ ലഭിക്കാനുള്ള സാധ്യത. അതിന്റെ ആവശ്യമായ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ടോട്ടൽ കിട്ടി, ടോട്ടൽ 50 ആണ്. ഇതാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഏത് കാര്യമാണ് പറയുന്നത് അതിന്റെ സ്പെസിഫൈഡ് നമ്പർ, അതായത് അഭാജ്യ സംഖ്യകളാണ്, അതിന്റെ എണ്ണവും കിട്ടി 15. ഈ 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി എഴുതാം, സാധ്യത എഴുതാം. ഉത്തരം എന്താണ്? 15 അഭാജ്യ സംഖ്യകളുടെ എണ്ണം 15 ആണ്, ടോട്ടൽ 50. അപ്പൊ 15/50.
ഇനി ഇതിനെ ഷോർട്ടാക്കാം, നമുക്ക് 5 വെച്ച് വെട്ടാം. അപ്പൊ എന്താ വരുന്നത് 3/10 എന്ന് വരും അല്ലേ. 15 3 5 ഉണ്ട്, അതുപോലെ 50 10 5 ഉണ്ട്. ഓക്കെ, അപ്പൊ 3/10 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 5ന്റെ മൾട്ടിപ്പിൾ നോക്കാം. അടുത്തത് മൾട്ടിപ്പിൾസ് ഓഫ് 5. ആരൊക്കെയാണ്? അയാൾ 1 മുതൽ 50 വരെയുള്ള പേപ്പർ സ്ലിപ്സ് എഴുതി ആ ബോക്സിൽ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് 50 കൊണ്ട് അതിൽ. ഓക്കെ, അപ്പൊ അതില് 5ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ്? 5ന്റെ ഗുണിതങ്ങൾ എന്ന് എഴുതണം. 5ന്റെ ഗുണിതങ്ങൾ 5 10 15 20 25 30 35 40 45 50. 50 ഇതിൽ വരും, കാരണം 1 മുതൽ 50 വരെയുള്ള പേപ്പർ സ്ലിപ്പാണല്ലോ ആ ബോക്സിൽ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് 50 വരും. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്തുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 5. 5 10 15 20 മുതൽ 50 വരെ. എത്ര എണ്ണം ഉണ്ട് ഇത്? 1 2 3 4 5 6 7 8 9 10. കണ്ടോ, അപ്പൊ 10 എണ്ണം ഉണ്ട്. their number, അവയുടെ എണ്ണം. their number എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ആകെ നമ്പേഴ്സ് 50. ആ 50 എണ്ണം ഉള്ളതിൽ 10 എണ്ണം ആരാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എഴുതാലോ. 1 സ്റ്റെപ്പ് എഴുതും. അതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ ഗുണിതം ലഭിക്കാനുള്ള സാധ്യത. 5ന്റെ ഗുണിതം ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? 5ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്രയുണ്ട്? 50 ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക്, അപ്പൊ നേരത്തെ കിട്ടിയ ആൻസർ നമുക്ക് അതിന്റെ ഡിനോമിനേറ്റർ 10 അല്ലേ, അതുകൊണ്ട് ഇതിന്റെ ഡിനോമിനേറ്റർ 10 ആക്കാം. നമുക്ക് പൂർണ്ണമായിട്ട് ചെറുതാക്കണം. രണ്ടിന്റെ ഡിനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ ഇതിൽ ഏതാണ് വലുതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതിൽ അവസാന യോഗ്യ അതാണല്ലോ, ഇതിൽ വിച്ച് ഈസ് ബെറ്റർ ഗസ്, ഏതാണ് നല്ല ഊഹം എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഊഹം എന്ന് പറയുന്നത് സാധ്യത കൂടുതലുള്ളതായിരിക്കും നല്ല ഊഹം. ഉണ്ടോ, ഇങ്ങനെ കണ്ടുപിടിക്കുന്ന സാധ്യതയിൽ വലുത് ഏതാണോ അതായിരിക്കും ബെറ്റർ ഗസ്. അപ്പൊ വലുത് ചെറുത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഒരുപോലുള്ള ഛേദമാണെങ്കിൽ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെയും 10ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ 10 ആണല്ലോ ഛേദം, അതുകൊണ്ട് അവിടെ 10 ആകാം. അപ്പൊ 50നെ 10ലോട്ടാക്കാം. അപ്പൊ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ 10. അപ്പൊ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 2 വരും. ഓക്കെ, ഈ 2/10നെ ഇനിയും വേണേ നമുക്ക് ചെറുതാക്കാം, 1/5 എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതണ്ട, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. ഇതാകുമ്പോൾ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ 10 ഇവിടെയും 10 ആണ്, അവിടെയും 10 ആണ്. മനസ്സിലായല്ലോ? ഇതിൽ ഏതാണ് വലുത്? 3/10 ആണോ 2/10 ആണോ വലുത്? അപ്പൊ ഒരേ ഡിനോമിനേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അംശം ഏതാണോ വലുത് അതായിരിക്കും വലുത്. കണ്ടോ, ഇത് അംശം 3ഉം ഇത് അംശം 2ഉം അല്ലേ. അപ്പൊ നമ്മൾ താഴെ എഴുതണം 3/10 ഗ്രേറ്റർ ദാൻ 2/10. കണ്ടോ, ഇവിടെ ആദ്യം പറഞ്ഞ പ്രോബബിലിറ്റിയാണ് വലുത്. ഏതിനേക്കാളും? 2/10നേക്കാളും. ശരിയല്ലേ? therefore ഏത് ഗസ് ആയിരിക്കും നല്ലത്? അപ്പൊ ഏത് സാധ്യതയാണ് കൂടുതൽ? അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു പേപ്പർ എടുത്താൽ ഒരു പ്രൈം നമ്പർ ലഭിക്കാനുള്ള സാധ്യത 10ൽ 3ഉം മൾട്ടിപ്പിൾ ഓഫ് 5 ലഭിക്കാനുള്ള സാധ്യത 10ൽ 2ഉമാണ്. അപ്പൊ സാധ്യത കൂടുതൽ പ്രൈം നമ്പർ കിട്ടാനല്ലേ. അപ്പൊ നമ്മൾ എഴുതണം പ്രൈം നമ്പർ ഈസ് ദ ബെറ്റർ ഗസ്. പ്രൈം നമ്പർ ഈസ് ദ ബെറ്റർ ഗസ്. അതായത് പ്രൈം നമ്പർ ഈസ് ദ ബെറ്റർ ഗസ്. അഭാജ്യ സംഖ്യ പറയുന്നതാണ് നല്ല ഊഹം. അത്ര എഴുതിയാൽ മതി. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം വായിക്കാം. ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ചമുത്തുകളും ഓരോന്നും കൂടുതലാണ്. അതായത് 3 ചുവന്ന മുത്തല, അതിനകത്ത് 4 എണ്ണം ഉണ്ട്. ആദ്യത്തിൽ 7 പച്ചമുത്തല, അപ്പൊ അതിൽ 8 എണ്ണം ഉണ്ട്. ഓരോന്ന് വീതം കൂടുതലാണ്. ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണ്? അപ്പൊ ഏത് സഞ്ചിയിൽ നിന്ന് എടുത്താലാണ് ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതൽ? ഇതാണ് ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ. നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. A bag contains 3 red beads and 7 green beads. കണ്ടോ, 3 റെഡ് ബീഡ്സും ഉണ്ട്, 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. Another contains 1 red and 1 green more. കണ്ടോ, മറ്റൊരു ബാഗിൽ ഓരോ ഗ്രീനും റെഡും കൂടുതലാണ്. The probability of getting a red from which bag is more? ഏത് ബാഗിൽ നിന്ന് എടുത്താലാണ് റെഡ് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ എന്നാണ് ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പൊ 2 ബാഗിലെ കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിലെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് വലിയ പ്രോബബിലിറ്റി വലുത് ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അത്രയുള്ള നമ്മൾ ഇപ്പൊ ആദ്യം ചെയ്ത പോലെ രണ്ട് ബാഗ് ഉണ്ട്, രണ്ട് ബാഗിലെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് ആ വലിയ പ്രോബബിലിറ്റി ഉള്ളതിനായിരിക്കും റെഡ് കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ളത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്കപ്പോ ഓരോ സഞ്ചിയായിട്ട് എടുക്കാം. ഫസ്റ്റ് ബാഗ് ആണ്. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് in the first bag. എത്രയാണ്? 3 ആണ്. നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് in the first bag 7 ആണ്. ഓക്കെ, ആദ്യ സഞ്ചിയിലെ ചുവന്ന മുത്തുകളുടെ എണ്ണം 3, ആദ്യ സഞ്ചിയിലെ പച്ച മുത്തുകളുടെ എണ്ണം 7. ഓക്കെ, അപ്പൊ ടോട്ടൽ ബീഡ്സ് ആകെ എത്ര ബീഡ്സ് ഉണ്ട്? ആകെ മുത്തുകളുടെ എണ്ണം is equal to 3 plus 7 is equal to 10. അപ്പൊ ആകെ 10 മുത്തുകളുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ചുവന്നത് ലഭിക്കാനുള്ള സാധ്യത കണ്ടുപിടിക്കാനുള്ള എല്ലാം കിട്ടിയല്ലോ നമുക്ക്. ചുവന്നതിന്റെ എണ്ണം 3, ആ ബോക്സിലുള്ള ടോട്ടൽ 10. അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊണ്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് getting a red bead. അപ്പോ ഒരു ചുവന്ന മുത്ത് ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? 3/10 ആണ്. ഓക്കെ, 3 ആണല്ലോ അതിന്റെ എണ്ണം, ടോട്ടൽ 10 ആണ്. ടോട്ടൽ എപ്പോഴും താഴെ എഴുതണം. അപ്പൊ 3/10 ആണ്. അപ്പൊ നമുക്ക് ആദ്യം ബാഗിലെ കാര്യം കിട്ടി. ഇനി അടുത്ത നമുക്ക് സെക്കൻഡ് ബാഗിൽ ഇതേപോലെ ചെയ്യാം. നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ ദ സെക്കൻഡ് ബാഗ്. അപ്പൊ രണ്ടാമത്തെ സഞ്ചിയിലെ ചുവന്ന മുത്തുകളുടെ എണ്ണം മറ്റേനേക്കാൾ 1 കൂടുതലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 + 1 = 4. ഓക്കെ, നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് ഇൻ ദ സെക്കൻഡ് ബാഗ്, അതും 1 കൂടുതലല്ലേ. അപ്പൊ 7നോട് 1 കൂട്ടിയാൽ 8. ആദ്യ സഞ്ചിയേക്കാൾ ഓരോന്ന് വീതം കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 8. അപ്പൊ ടോട്ടൽ ബീഡ്സ് എന്ത് കൂട്ടണം? 4ഉം 8ഉം കൂടെ കൂട്ടണം. അപ്പൊ 12 ആണ് ടോട്ടൽ ബീഡ്സ്. ഇനി അവിടുത്തെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലഭിക്കാനുള്ള അർത്ഥമാണ് എ റെഡ് ബീഡ്. ഇവിടെ ഒരു റെഡ് ബീഡ് ലഭിക്കാനുള്ള സാധ്യത എത്രയാണ്? റെഡ് ബീഡിന്റെ എണ്ണം 4 ആണ്, ടോട്ടൽ 12 ആണ്. അപ്പൊ 4/12. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ചെയ്യാം. 4/12. 4നകത്ത് 4 ഒരു പ്രാവശ്യം, 12നകത്ത് 4 3 പ്രാവശ്യം. അപ്പൊ 1/3 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. ഇപ്പൊ കിട്ടിയ ഉത്തരങ്ങൾ. ഫസ്റ്റ് കിട്ടിയ ഉത്തരം 3/10 ആണ്, രണ്ടാമത് കിട്ടിയത് 1/3 ആണ്. ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ ഒരുപോലെയല്ല. അപ്പൊ പിന്നെ ഇതിൽ ഏതാണ് വലുതെന്ന് എങ്ങനെ കമ്പയർ ചെയ്യും? അതിനൊരു വഴിയുണ്ട്. ആദ്യം ഇത് എഴുതുക, അതിനുശേഷം ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയ പ്രോബബിലിറ്റി 3/10 ആയിരുന്നു, ഇപ്പൊ കിട്ടിയത് 1/3 ആണ്. ഇതിൽ ഏതാണ് വലുതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയുണ്ട്. അതിന് എതിർ ഗുണനം അഥവാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി നോക്കിയാൽ മതി. അത് മാർജിനിൽ തന്നെ ചെയ്യണം കേട്ടോ. അതായത് നമുക്കിത് ഉത്തരങ്ങൾ എടുക്കുക. 3/10, പിന്നെ ആരാണ്? 1/3. ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ഗുണിച്ചു നോക്കുമ്പോൾ ഏതാണോ വലുത് ആ വലുതിൽ അംശം വരുന്നതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഓക്കെ, നമുക്ക് ഗുണിച്ചു നോക്കാം. 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. 1നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഇതിൽ ഏതാണ് വലുത്? 10 അല്ലേ വലുത്. ഓക്കെ, അപ്പൊ ആ 10 വലുത് ലഭിച്ചപ്പോൾ ആ ഗുണിച്ചപ്പോൾ ഉണ്ടായ അംശം ഏതിന്റെ ആയിരുന്നു? 1 അല്ലായിരുന്നു. 1നെ 10 ഗുണിച്ചപ്പോൾ അതിലെ അംശമാണ് നോക്കുന്നത്. ആ അംശമുള്ള ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. ഓക്കെ, ഇപ്പൊ 3 9 ആയിരുന്നു വലുതിരുന്നെങ്കിൽ ഈ 3ല് ഈ 3 ഛേദവും ഈ 3 അംശവുമാണ്. അപ്പം ഈ 3 ഉള്ളത് തന്നെ. അപ്പൊ അംശമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ ആരാണ് വലുത്? 1/10. 1/10 × 10 ആണ് വലുത്. അതിൽ അംശം വരുന്നത് 1 ആണല്ലോ. അപ്പൊ 1/3 ആണ് വലുത്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 1/3 ഈസ് ഗ്രേറ്റർ ദാൻ 3/10. ഇത് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ എഴുതാം. 3 × 3 എന്ത് വരും? 9 വരും. 1 × 10
10 വരും. അപ്പൊ ഇതിൽ ഗ്രേറ്റർ ദാൻ 10 ആണല്ലോ. ഇതിൽ അംശം വരുന്ന ആരാന്ന് നോക്കണം കേട്ടോ. ഇതിൽ ഇവിടെയാണ് അംശം, ഇതിൽ ഇതാണ് അംശം. അപ്പൊ ഏത് അംശം വന്നപ്പോഴാണ് കൂടിയ ഉത്തരം കിട്ടിയത്? 1 അംശം വന്നപ്പോഴല്ലേ കൂടിയ ഉത്തരം കിട്ടിയത്. അപ്പൊ 1 അംശമുള്ള സംഖ്യയായിരിക്കും വലുത്. മനസ്സിലായി കാണുമല്ലോ. അല്ലാതെ ഈ അംശത്തിന്റെ വലിപ്പം അല്ല നോക്കേണ്ടത്. 3 വലുതാണ്, അതുകൊണ്ട് 3 അല്ലേ വലുത് എന്നല്ല ചിന്തിക്കേണ്ടത്. ആ അംശത്തിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം വലുത് ഏതാണെന്ന് നോക്കണം. ആ വലിയ ഉത്തരം കിട്ടിയത് ഏത് അംശം ഗുണിച്ചിട്ടുണ്ടെന്ന് ആ അംശം മാത്രം നോക്കിയാൽ മതി. ആ അംശമുള്ള ഫ്രാക്ഷൻ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം കിട്ടിയത് ഗുണിച്ചപ്പോൾ ഉത്തരം കിട്ടിയത് വലുത് 10 ആണ്. അതിൽ അംശമായി വരുന്നത് 1 ആണ്. ഓക്കെ, 1 അല്ലേ? അപ്പൊ ആ 1 വരുന്ന ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഓക്കെ, അപ്പൊ 1/3 ഗ്രേറ്റർ ദാൻ 3/10. Therefore, അപ്പൊ 1/3 എന്ന് പറയുന്നത് സെക്കൻഡ് ബാഗ് ആണല്ലോ. അപ്പൊ സെക്കൻഡ് ബാഗിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എഴുതാം. Therefore, the probability of getting a red bead is more from the second bag. The probability of getting a red bead is more from the second bag. അതായത് രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ചുവന്ന മുത്ത് ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് മലയാളത്തിൽ എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ ചെയ്തത്? ഇവിടെ കൊണ്ട് ആൻസർ ഫിനിഷൻ. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് 72 ആദ്യം തന്നെ ഒരു ചോദ്യം കിടക്കണം. മറ്റൊരു കണക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് വായിക്കാം, അത് ചെയ്യാം. കട്ടിക്കടലാസിൽ ഒരു ചതുരം വെട്ടിയെടുത്ത് അതിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവും എതിർവശത്തിന്റെ മൂലകളും ചേർത്തൊരു ത്രികോണം വരയ്ക്കുന്നു. ആ പടവും അവിടെ തന്നിട്ടുണ്ട്. ഈ ചതുരത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് ചുവന്ന ത്രികോണത്തിനകത്താകാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. അതെല്ലാവരും എഴുതിയെടുക്കുക. ഇനി നമുക്ക് ഇംഗ്ലീഷ് വായിക്കാം. എ കാർഡ്ബോർഡ് റെക്ടാംഗിൾ ഈസ് കട്ട് ഔട്ട് ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഈസ് ജോയിൻഡ് ടു ദ എൻഡ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ടു മേക്ക് എ ട്രയാംഗിൾ. If you shut your eyes and put a dot in this rectangle, കണ്ടോ, നമ്മുടെ കണ്ണുകൾ അടച്ചാനത്തൊരു ഡോട്ട് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ what is the probability that it would be within the red triangle? ആ ട്രയാങ്കിളിനകത്ത് ആ കുത്ത് വീഴാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതിയെടുക്കാൻ നമുക്ക് ചെയ്യാം. അപ്പൊ എന്താണ് ചോദ്യം? കട്ടിക്കടലാസ് കൊണ്ട് ഒരു ചതുരം വെട്ടിയെടുത്തു. ഓക്കെ, എന്നിട്ട് ആ ചതുരത്തിന്റെ താഴത്തെ 2 മൂലകളും മുകൾ വശത്തിന്റെ മധ്യബിന്ദുകൊണ്ട്, ഈ വശത്തിന്റെ മധ്യബിന്ദുവും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ത്രികോണം വെട്ടിയെടുത്തു. ഓക്കെ, ഈ ത്രികോണമാണ് റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അവിടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്നിട്ട് ഇതിനകത്ത് കണ്ണടച്ചുകൊണ്ട് ഒരു കുത്തിട്ടാൽ ആ കുത്ത് ഈ ത്രികോണത്തിലാകാനുള്ള സാധ്യത എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റീസ് ആണ്. ഓക്കെ, ഇതുപോലുള്ള പടങ്ങൾ വെച്ചുകൊണ്ട് പ്രോബബിലിറ്റി ചോദിക്കും. അതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇവിടെ കൺസെപ്റ്റ് ആദ്യം നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ്. ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഇവിടെ കുത്തുക എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇതാണ് ടോട്ടൽ. അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഏതിലാണോ സ്പെസിഫൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏരിയ അംശം അഥവാ ന്യൂമറേറ്റർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചതുരത്തിന്റെ നീളത്തെ ബി എന്നും ഇതിന്റെ ഈ ഉയരത്തെ എച്ച് എന്നും എടുക്കാം. ഓക്കെ, അത് നമുക്ക് ആദ്യം എഴുതാം. ഇഫ് the length of rectangle is b and breadth is h. കണ്ടോ, if the length of rectangle is b and breadth is h, ചതുരത്തിന്റെ നീളം b യും വീതി h ഉം ആയാൽ, കണ്ടോ, നീളം b യും വീതി h ഉം ആയാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഏരിയ ഓഫ് റെക്ടാംഗിൾ കാണാനുള്ള സൂത്രാവലി എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇവിടെ ലെങ്ത് എത്രയാണ്? ബി ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് h ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം BH ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടി. എത്രയാണ്? BH ആണ്. ഓക്കെ, അതാണ് ഫുൾ ആയിട്ട് വരുന്നത് ഇതിനകത്ത്. അത് ഇതായിരിക്കും ഡിനോമിനേറ്റർ വരുന്നത്.
ഇനി അതിന്റെ ഉള്ളിലാണ് ട്രയാങ്കിൾ. ഇനി ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇത് എച്ച് ആവുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ശീർഷത്തിൽ നിന്ന് താഴേക്ക് ഒരു വര വരച്ചാണ്. ഇത് വെച്ചായിരിക്കുമല്ലോ, കാരണം ഈ രണ്ടിന് തുല്യ നീളമാണ് കണ്ടോ. അപ്പോ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ. സൂത്രവാക്യം ഹാഫ് ബി എച്ച് എന്നാണ്. ഓക്കെ, നമുക്കറിയാവുന്ന സൂത്രവാക്യം. ഒരു ട്രയാങ്കിൾ ഏരിയയുള്ള സൂത്രവാക്യം ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ നോക്കിക്കേ, ചതുരത്തിന്റെ പരപ്പളവ് ബി എച്ചും ട്രയാങ്കിളിൻ്റെത് ഹാഫ് ബി എച്ചുമാണ്. ശരിയല്ലേ? ഇപ്പൊ നമുക്കിവിടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആവശ്യമായ ഘടകങ്ങളെല്ലാം ടോട്ടൽ ഏരിയയും കിട്ടി, അതാണ് ബേസ് വരേണ്ടത്. അതുപോലെ സ്പെസിഫൈഡ് ഏരിയ, അതായത് ഇവിടെ ട്രയാങ്കിളിൽ ഡോട്ട് വരാനുള്ള സാധ്യതയാണ് ചോദിച്ചത്, ആ ട്രയാങ്കിളിന്റെ ഏരിയയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി ഓഫ് പുട്ടിംഗ് ഡോട്ട് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. കണ്ടോ, ത്രികോണത്തിനകത്ത് കുത്തിടാനുള്ള സാധ്യത. പുട്ടിംഗ് ഡോട്ട് എന്ന് പറഞ്ഞാൽ കുത്തിടാനുള്ള എന്നാണ്. ഓക്കെ, അപ്പൊ ത്രികോണത്തിനകത്ത് കുത്തിടാനുള്ള സാധ്യത എത്രയാണ്? ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് ബി എച്ച് അല്ലേ? അപ്പൊ ഹാഫ് ബി എച്ച് ബൈ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ബി എച്ചും ആണ്. ഓക്കെ, ഈ ബി എച്ചും അങ്ങ് വെട്ടിപ്പോയി. ഉത്തരം എന്താണ്? ഉത്തരം ഹാഫ് ആണ്. അപ്പൊ രണ്ടിലൊന്നാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ? ഹാഫ് ബി എച്ച് ബൈ ബി എച്ചും വെട്ടിപ്പോയി. അപ്പൊ ഹാഫ് മാത്രം മിച്ചം. താഴെ ഒന്നാണ്, താഴെ വന്നിട്ടുള്ള ഒന്നിന് വിലയില്ല, അതുകൊണ്ട് 1/2 ആയിരിക്കും ഇതിന്റെ ആൻസർ. അപ്പൊ കണ്ണടച്ചൊരു കുത്തിട്ടാൽ രണ്ടിലൊന്ന് സാധ്യത എന്ന് പറഞ്ഞാൽ 50-50 എന്നല്ല, അതായത് പകുതി. രണ്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ ഈക്വൽ സാധ്യത. രണ്ടിനും സാധ്യത തുല്യമാണ്. നമ്മൾ ഇടുന്ന കുത്ത് ത്രികോണത്തിനകത്താണ്, ത്രികോണത്തിന് പുറത്താകാൻ തുല്യ സാധ്യത എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. അപ്പൊ ഇന്നത്തെ കണക്കുകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത് ചെയ്തിട്ടുള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ വീഡിയോ കാണുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമന്റ് ചെയ്യണം. പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. തുടർന്നുള്ള കണക്കുകളുമായി ഞാൻ വീണ്ടും വരും പുതിയ വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.